സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. വഖഫ് ബോർഡുകളിൽ യഥാർത്ഥ മുതവല്ലിമാർക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ സർക്കാരുകൾ ശ്രദ്ധിക്കണമെന്ന ആവശ്യം കേരള മുതവല്ലീസ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്ക് തോന്നിയത് ഈ വഖഫ് സ്വത്തുക്കളൊക്കെ കണ്ടമാനം ദുരുപയോഗം ചെയ്ത് നടക്കുന്നുണ്ട്. ഇതൊക്കെ കൊടുത്ത ആൾക്കാര് ഇതിലൊന്നും ഇടപെടാത്തതുകൊണ്ട് കുറെ കൊല്ലങ്ങളായിട്ട് ദുരുപയോഗം നന്നായി നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ തടയണമെന്നുണ്ടെങ്കിൽ ഒരു സംഘടന ആവശ്യമാണ്. അതുകൊണ്ട് ഈ പഴയ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരെ വെച്ചിട്ട് വഖഫ് ബോർഡിൽ മുത്തവല്ലിയായി രജിസ്റ്റർ ചെയ്ത 1961 വഖഫ് ബോർഡ് വന്നപ്പോൾ രജിസ്റ്റർ ചെയ്ത മുത്തവല്ലിമാരെ വെച്ച് ഒരു സംഘടന ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സംഘടന ഉണ്ടാക്കുകയും അതിന്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ പലർക്കും തോന്നാൻ എന്തിനാ മുത്തവല്ലിമാർക്ക് ഒരു സംഘടന? മുത്തവല്ലിമാർക്ക് പല പ്രശ്നങ്ങളുണ്ട്. ഓരോരോ പ്രശ്നങ്ങളായിട്ട് ഞാൻ പറയാം. ഇപ്പോ വഖഫ് ബോർഡൊക്കെ ഇല്ലാത്ത കാലത്താണ് നമ്മുടെ നാട്ടില് ഈ പള്ളികളും മദ്രസകളും മറ്റുള്ള മദ്രസ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായത്. അപ്പൊ നിങ്ങളൊക്കെ അറിഞ്ഞ കാര്യമാണ്. ഫറൂഖ് കോളേജ് ആദ്യമായിട്ട് തുടങ്ങാൻ സമയത്ത് എറണാകുളത്തുള്ള സേട്ട് സാഹിബ് 100 ഏക്കർ സ്ഥലം അതിന് കൊടുത്ത് അതൊക്കെ പന്യാധീനപ്പെട്ടുപോയി. ഇപ്പൊ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 150 അതിലധികവും ഏക്കർ കണക്കിന് സ്വത്തുക്കൾ വഖഫ് ചെയ്ത പുരാതന മുസ്ലിം കുടുംബങ്ങൾ ഒരുപാടുണ്ട്. 1962 വഖഫ് ബോർഡ് ഇത്തരം കുടുംബങ്ങളിലെ മുതവല്ലിമാരെ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മതസ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ സ്വന്തം ഭൂമി നൽകിയ മുതവല്ലിമാരെ എല്ലാ കാലത്തും മാറി മാറി വരുന്ന സർക്കാരുകൾ വഖഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം. കേരളത്തിൽ വഖഫ് സ്വത്തുക്കളിൽ ഉൾപ്പെട്ട ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടിട്ടുണ്ട്. കയ്യേറ്റവും അനധികൃത രേഖകളും ഉണ്ടാക്കി വിൽപ്പന നടത്തിയതാണ് നഷ്ടപ്പെടാൻ കാരണം. ഇത്തരത്തിലുള്ള വഖഫ് ഭൂമികൾ തിരിച്ചുപിടിക്കാൻ വഖഫ് ബോർഡും സംസ്ഥാന സർക്കാരും അടിയന്തര നടപടികൾ സ്വീകരിക്കണം. വഖഫ് സ്വത്തായി ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഭൂമികൾ സംരക്ഷിക്കാനും നടപടികൾ വേണം. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ എല്ലാവിധ സഹായവും പിന്തുണയും നൽകാൻ കേരള മുതവല്ലി അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കേരള മുതവല്ലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ അഹമ്മദ് മൂപ്പൻ, ജനറൽ സെക്രട്ടറി KPO റഹ്മത്തുള്ള, സംസ്ഥാന സമിതി അംഗം കൊളക്കാട്ടിൽ കുഞ്ഞി മുഹമ്മദ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.